എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ കിടന്ന് കാലി തട്ടുന്ന കുറച്ച് കൃമികളുടെ കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. എപ്പോഴും എല്ലായ്പ്പോഴും വൈറലായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ കുറേ തലവേദനകൾ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും അർജന്റായിട്ട് നോക്കാനോ അല്ലെങ്കിൽ കാണാനോ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ഇതുപോലെയുള്ള കുറേ കൃമി കീടങ്ങളെയാണ്. അതായത് ഈ കൃമികീടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അലിൻ ജോസ് പെരേര ആയാലും ആറാട്ടണ്ണനായാലും, അപ്പോൾ രേണുസുധി ഇപ്പം നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരത്തി അതൊന്നും പറയണ്ട. ഇങ്ങനെ കുറേ എണ്ണം എങ്ങനെയെങ്കിലും അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം. ഒരു കാര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ തന്നെ കൊണ്ടുവരും. ഇപ്പോൾ നമ്മുടെ അലിൻ ജോസ് പെരേര വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരന് ആറാട്ടണ്ണനെ സന്തോഷ് വർക്കിയെ തല്ലണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആ തല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയെങ്കിലും പറയായിരുന്നു. അപ്പോൾ വളരെ ബാലിശമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ തല്ലണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനായിരിക്കും? അതൊന്ന് കേട്ടിട്ട് വരാം. പറയുന്ന പോയിന്റുകൾ മാത്രം ഗണിച്ചല്ല, എല്ലാ പോയിന്റുകളെയും സംബന്ധിച്ചാണ്. കാരണം ലാലേട്ടനെ പറ്റിയും മമ്മൂക്കനെ പറ്റിയും ദിലീപേട്ടനെ പറ്റിയും സകലമാന സിനിമാ നടന്മാരെ പറ്റിയും മോശമായിട്ട് ഈ സന്തോഷ് വർക്കിയ എന്ന് പറഞ്ഞവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ ഒരു ഫാൻസും രംഗത്തിറങ്ങുന്നില്ല. ഞാൻ രംഗത്തിറങ്ങും. അവൻ എവിടെ വെച്ച് കണ്ടാലും കാരണം ഓടിച്ചാൽ പൊളിക്കും. മനസ്സിലായ? കാരണം കൈയും കാലും തല്ലി ഓടിക്കാനാണ് ഈ പ്ലാന്. മനസ്സിലായ? ഞാനായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യിപ്പിക്കും. കാരണം ഇതിന് എനിക്ക് വേണ്ടിയല്ല, മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാൻ അവനെ തല്ലും. കാരണം എനിക്ക് മലയാള സിനിമയിൽ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ മാറ്റർ അല്ല. കാരണം ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മലയാള സിനിമ കൊണ്ടാണ്. അത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് പല ഡിപ്രഷൻ സ്റ്റേജുകളിലും എനിക്ക് സന്തോഷം കിട്ടിയത് സിനിമ കണ്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് സിനിമാക്കാരോടുള്ള നന്ദിയുണ്ട്. മനസ്സിലായ? അല്ലാണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ആരുടെ മുന്നിൽ തെണ്ടാൻ ഞാൻ പോയിട്ടില്ല, ആരുടെ മുന്നിൽ യാചിക്കാനും ഞാൻ പോയിട്ടില്ല. പക്ഷെ സിനിമ എന്നുള്ളത് എന്റെ ചോറാണ്. കാരണം കഴിഞ്ഞ 9 വർഷം മുന്നേ വരെ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ചിത്രങ്ങളിൽ ഡയലോഗ്സ് പറഞ്ഞ് അഭിനയിച്ചെങ്കിലും ബാഡ് ബോയ്സ് ആണ് പുറത്തിറങ്ങിയത്. ഇനി 2-3 ഇറങ്ങാനുണ്ട്. ആ സാഹചര്യത്തിൽ സിനിമാക്കാരെ അങ്ങനെയുള്ളത് കൊണ്ട് മാത്രം കൊടുത്തിട്ടില്ല. പക്ഷെ സിനിമ എന്റെ ചോറാണ്. അത് ഞാൻ കൊണ്ടിട്ടേ പോകുള്ളൂ എപ്പോഴാണ്. പുള്ളിക്കാരൻ വന്നിട്ട് ആറാട്ടണ്ണനെ തല്ലണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, സിനിമാ താരങ്ങളെ മമ്മൂക്ക, മോഹൻലാൽ ഇവരെയൊക്കെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട്, അവരെയൊക്കെ ഡീഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ തല്ലണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ പുള്ളിക്കാരന് നേരിട്ട് തല്ലാൻ പറ്റുവാണെങ്കിൽ പുള്ളിക്കാരൻ നേരിട്ട് തന്നെ തല്ലും. അതല്ലെന്നുണ്ടെങ്കിൽ കൂലിക്ക് ആളിനെ വെച്ചായാലും തല്ലാൻ മടിക്കില്ല, തല്ലും എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നോ ഈ അലിൻ ജോസ് പെരേര ആളിനെ വെച്ച് തല്ലും എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ഈ പറയുന്ന സന്തോഷ് വർക്കി ഏതെങ്കിലും കടുകിനകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇതുപോലുള്ള കുറേ കൂറകൾ കിടപ്പുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു ഉപയോഗവും ഇല്ല. എന്നാൽ എവിടെ നോക്കിയാലും അതൊക്കെ ഉണ്ടും താനും. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ അത് അവർക്ക് പോലും അറിയില്ല അവർക്ക് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന്. ഇപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്ക് വെച്ച് പറയുന്ന കേട്ടു, പുള്ളിക്കാരനെ കല്യാണ വീടുകളിലേക്കൊക്കെ ആളുകൾ വിളിച്ചതിന് ശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ അപമാനിക്കുന്ന ഒരു രീതി ഉണ്ട് എന്ന് അലിൻ ജോസ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ വർക്കൊന്നും അധികം കിട്ടുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും 2026 പുള്ളിക്കാരനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പരസ്യമായിട്ട് വന്നിട്ട് ഇതുപോലെ ആറാട്ടണ്ണനെ തല്ലുമെന്ന് പറയുന്നു, ആറാട്ടണ്ണനെ പുള്ളിക്കാരൻ തന്നെ തല്ലും എന്ന് പറയുന്നു, കൊട്ടേഷൻ കൊടുത്ത് തല്ലിക്കും എന്ന് പറയുന്നു. അലിൻ ജോസ് പെരേര മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ വെറുതെ ഇവിടെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, അതുവഴി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണെങ്കിലും ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളും ഇവരൊക്കെയുടെ പറച്ചിലുമാണെന്നുള്ള കാര്യം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെറുതെ എങ്കിലും ആറാട്ടെണ്ണം വടിതെറ്റി വീണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളുടെ തലമണ്ടയിൽ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അതായത് വെറുതെ എങ്കിലും നടന്നു പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഈ പറയുന്ന ആറാട്ടണ്ണൻ കാല് തെറ്റി വീണ് തലമണ്ട പൊട്ടിയാലും നിങ്ങളുടെ പേരിൽ കുറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെയുള്ള വെല്ലുവിളികളൊന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിനിമയാണ് ഇയാൾക്ക് ചോറ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. സിനിമയാണ് ഇയാൾക്ക് അന്നം കൊടുക്കുന്നത്, സിനിമയാണ് ഇയാൾക്ക് ചോറ് കൊടുക്കുന്നത്, സിനിമയാണ് ഇയാളുടെ ചോറ്. ദിലീപേട്ടനെയും മമ്മൂക്കയെയും ലാലേട്ടനെയും ഒക്കെ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ ഇയാൾ സഹിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സ്വന്തം തന്തയും തള്ളയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് പോലുള്ള സിനിമാ താരങ്ങളെ പറയാതിരുന്നാൽ മതി. അപ്പോൾ എന്തായാലും ഇങ്ങനെയും കുറേ എണ്ണമുണ്ട് സോഷ്യൽ മീഡിയയിൽ. എപ്പോഴും നിറഞ്ഞു നിൽക്കണം, എല്ലാവരും ചർച്ച ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഒരുപാടുള്ളവരാണ് ഇതുപോലെയുള്ള പ്രഹസനങ്ങളുമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറയുന്ന പുള്ളിക്കാരനെ ഫോൺ വിളിച്ചിട്ട് അയാളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ലേ ഉള്ളൂ. പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.